എത്ര ഭീതിതമാണ് ആ ദൃശ്യങ്ങൾ. ഇവിടെ നിന്നും ഇങ്ങനെ ഇപ്പോഴിതാ ഈ ഡ്രോൺ പറക്കുന്ന വഴിയിലൂടെ തന്നെ ആ ഉരുൾ കുത്തിയൊലിച്ച് രാത്രി ഒരു പുലർച്ചെ 1:15 ആദ്യ ഉരുൾപൊട്ടലുണ്ടാകുന്നു. ഈ മേഖലയിലൂടെയാണ് ഉരുൾപൊട്ടി പാറ കഷ്ണങ്ങൾ കുത്തിയൊലിച്ച് താഴേക്ക് ഇറങ്ങിയത്. സമീപത്തുള്ള വീടുകളെയെല്ലാം അത് ഒലിച്ചു കൊണ്ടുപോയത്. ആർത്തലച്ചു വന്ന ഈ ഉരുൾപൊട്ടിയെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളെല്ലാം, ആ വീടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഉരുൾ പൊട്ടിയൊലിച്ചു വന്നത്. ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും താഴേക്ക് മുണ്ടക്കൈയിലേക്ക്, പിന്നാലെ ചൂരൽമലയിലേക്ക്, വെള്ളാർമലയിലേക്ക്, അട്ടമലയിലേക്ക് എല്ലാം തന്നെ ഉരുൾ പൊട്ടി കുത്തിയൊലിച്ചു വന്നത് ഈ വഴിയായിരുന്നു. ഇപ്പോൾ ആ നീർച്ചാല് കാണുന്ന വഴിയിലൂടെയാണ് രൗദ്രഭാവം പൂണ്ട് മലവെള്ളപ്പാച്ചിലെത്തിയത്. ഉരുൾ കുത്തിയൊലിച്ചത്, പാറക്കൂട്ടങ്ങൾ കുത്തിയൊലിച്ചു വന്നത്, മരക്കഷ്ണങ്ങളാകെ ഒലിച്ചു വന്നത്. നോക്കൂ, നമ്മൾ അതിൻ്റെ വശങ്ങളിലായി കാണുന്ന വീടുകളുണ്ട്. അതിന് ഇപ്പുറത്തെല്ലാം നിരവധി വീടുകളുണ്ടായിരുന്നു, നൂറുകണക്കിന് വീടുകളുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം തന്നെ ഒലിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നമുക്ക് ഏതാനും രക്ഷാപ്രവർത്തകരെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആ വീടുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം എവിടെയാണെന്ന് പോലും അറിയില്ല. ചിലരൊക്കെ ക്യാമ്പുകളിലുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷയോടെ നമ്മൾ കരുതുകയാണ്. മറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ഒലിച്ച് ഇല്ലാതായിരിക്കുന്നു. വീടുകളിൽ എത്ര പേർ കുടുങ്ങിക്കിടന്നിരുന്നു എന്ന് നമുക്കറിയില്ല. അത്രയധികം നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നോക്കുക, ഒറ്റനില വീടിൻ്റെ ഒരു ഭാഗമാകെ തകർന്നിരിക്കുകയാണ്. പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള, ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറുഭാഗത്ത് ചൂരന്മല വില്ലേജ് ഓഫീസിന് സമീപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്ഷമിക്കണം, ഇത് വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ പുഞ്ചിരിമട്ടത്ത് നേരത്തെ നമ്മൾ കുടുങ്ങിക്കിടന്ന ഓട്ടോറിക്ഷയ്ക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ഓട്ടോറിക്ഷ ഇപ്പോഴും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പുഞ്ചിരിമട്ടത്ത് ചെളിയിൽ പൂണ്ടുപോയ നിലയിൽ കണ്ടെത്തിയ ആ ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ദൗത്യസംഘം നടത്തുന്നത്. അപ്പോൾ പലതവണ ഈ വടം കെട്ടി വലിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഓട്ടോറിക്ഷ പുറത്തെടുക്കാനായിട്ടില്ല. വിജയബാലൻ്റേതാണ്, അവിടെ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്ന വിജയബാലൻ്റേതാണ് ഈ ഓട്ടോറിക്ഷ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വിജയബാലൻ്റെ ഭാര്യ കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബന്ധു പറഞ്ഞത്. പക്ഷേ വിജയബാലൻ എവിടെയാണെന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഓട്ടോറിക്ഷ കിടക്കുന്നതിന് 100 മീറ്റർ മാറിയാണ് വിജയബാലൻ്റെ വീട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോട് തൊട്ടു ചേർന്നൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് ആർത്തലച്ചു വന്ന വെള്ളത്തിൽ ഒലിച്ചുപോയി ചെളിയിൽ പൂണ്ട് കിടക്കുന്ന നിലയിലാണ് ഈ ഓട്ടോറിക്ഷയുള്ളത്. ഈ ഭാഗത്തെല്ലാം വെള്ളവും മണ്ണും ചെളിയും മൂടിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയത്താണ് ഓട്ടോറിക്ഷ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ കാണുന്ന മരങ്ങളെല്ലാം തന്നെ ഈ കുത്തി ഒലിച്ചു വന്ന് അടിഞ്ഞുകൂടിയത്. ഇതാ നമ്മൾ വീണ്ടും പുഞ്ചിരിമട്ടത്തെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഓട്ടോറിക്ഷ പൂണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. അവിടെ അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഷീറ്റ് മേഞ്ഞ വീടാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടിപ്പുറത്തായി, ആ കുളത്തിന് സമീപത്തായി ഇതാ ഓട്ടോറിക്ഷ മണ്ണിൽ പൂണ്ട് കിടക്കുകയാണ്. ഓട്ടോറിക്ഷ ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ശ്രമകരമാണ്. ആ മേഖലയാകെ ഇല്ലാതായിരിക്കുന്നു. കല്ലും മണ്ണും ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രദേശത്ത് എന്തായിരുന്നു? നിരവധി വീടുകളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. ഇപ്പോഴത് അത് തകർന്നടിഞ്ഞ് നാമാവശേഷമായിരിക്കുന്നു. ഒരു ജീവൻ പോലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടുന്നത്. പാർത്ഥൻ, നന്ദ തുടങ്ങിയവരുടെ വീടുകളെല്ലാം തന്നെ ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു. പുഞ്ചിരിമട്ടത്ത് മുഹമ്മദ് അലിയുടെ മൃതദേഹം കണ്ടെത്തിയ വീടാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രസാദ് നമ്മൾക്ക് കാണിച്ചു തന്ന ആ സ്ഥലമാണ്, മുഹമ്മദ് അലിയുടെ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. ആ വീട്ടിൽ നിന്നും ആരെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നറിയണം. മുഹമ്മദ് അലിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇതിന് തൊട്ടു താഴെയായിട്ടാണ് പാർത്ഥൻ, നന്ദ തുടങ്ങിയവരുടെ വീടുകളുള്ളത്. അതൊക്കെ തന്നെയും ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇന്നലെ നമ്മോട് സംസാരിച്ച വാർഡ് മെമ്പർ തന്നെ പറഞ്ഞത്. ഇതാ ദൃശ്യങ്ങൾ വീണ്ടും കാണാം, ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമമാണ്. രക്ഷാപ്രവർത്തകരെല്ലാം പലയിടങ്ങളിലായി അന്വേഷണം നടത്തുകയാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ, മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. മറുഭാഗത്ത് ചില വീടുകൾ കാണുന്നുണ്ട്. അവയ്ക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും ചിലരെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കാനായിട്ടുണ്ടാകും. വീട് തകർന്നിട്ടില്ല എന്നതുകൊണ്ട് രക്ഷിക്കാനായിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ ഭാഗങ്ങളിൽ ചിലരെയൊക്കെ ഒഴിപ്പിക്കാനായി
30-ലധികം ആളുകളെ ഒഴിപ്പിച്ചു രക്ഷപ്പെടുത്തി എന്ന രീതിയിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. പ്രദേശവാസികൾ അവരൊക്കെ ക്യാമ്പുകളിലായിരിക്കണം, പരിക്ക് പറ്റിയവർ ആശുപത്രികളിലും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതാ ഓട്ടോറിക്ഷ ഉയർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചെടിയിൽ പൂണ്ട് കിടക്കുകയാണ്. ഇതാ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ പുഞ്ചിരിമട്ടത്തെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഉയർത്തുന്ന ഭാഗത്തിന് മുകളിലായുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ്ടും ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമം ഏറെ പണിപ്പെട്ട് ഇപ്പോൾ മണിക്കൂറുകളായിരിക്കുന്നു ആ ഓട്ടോറിക്ഷ ഉയർത്താൻ ശ്രമം തുടങ്ങിയിട്ട്. പക്ഷേ കയർ കെട്ടി വലിക്കുമ്പോഴെല്ലാം അവിടം പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ചെടിയിൽ പൂണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. ഏതെങ്കിലും യന്ത്രസാമഗ്രികൾ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഉയർത്താനാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടേക്ക് യന്ത്രസാമഗ്രികളൊന്നും ഇപ്പോൾ എത്തിക്കാനായിട്ടില്ല എന്നത് തന്നെയാണ്. മനുഷ്യസാധ്യമായതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കൈമെയ് മറന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് ചെടി മാറ്റുന്നു, കയർ കെട്ടുന്നു, കല്ലുവെച്ച് ഓട്ടോറിക്ഷ ഉയർത്തിയ ഭാഗം കല്ലുവെച്ച് അവിടെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ആ ഓട്ടോറിക്ഷ വലിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഓട്ടോറിക്ഷയ്ക്ക് അടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. വിജയബാലൻ്റെ ഭാര്യയും മക്കളും സുരക്ഷിതരായി ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു പറയുന്നത്. പക്ഷേ വിജയബാലിനെ കുറിച്ച് വിവരമില്ലെന്നും അറിയാൻ കഴിയുന്നു. ദീപക് മോഹന വിവരങ്ങൾ തേടുന്നുണ്ട്. ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു ഭാഗത്ത് മരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം. ഒരു വീടിന് മുകളിലായി മരങ്ങളും മണ്ണും ചെടിയും വന്ന് അടിഞ്ഞു കിടക്കുന്നത് കാണാം. അതിൻ്റെ ഈ തൊട്ടിപ്പുറത്തായി കുളം പോലെയുള്ള ഭാഗത്താണ് ഓട്ടോറിക്ഷയും കിടക്കുന്നത്. പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് വകഞ്ഞു മാറ്റി പരിശോധിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. സൈന്യവും NDRF-ഉം പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി, ഒപ്പം സന്നദ്ധ പ്രവർത്തകരും അവരുടെ സേവനം നമുക്ക് മറന്നുകൂടാ. വിവിധയിടങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഭക്ഷണമോ വെള്ളമോ കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ മേഖലയായി കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓരോ മണ്ണും കല്ലും മാറ്റിക്കൊണ്ട് മനുഷ്യ ശരീരങ്ങളുണ്ടോ എന്ന് പരതി നടക്കുന്ന ഒരു പറ്റം മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ പുഞ്ചിരിമട്ടത്തെ ദൃശ്യങ്ങളും. ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടു താഴെയുള്ള സ്ഥലമാണ് പുഞ്ചിരിമട്ടം. നമ്മൾ നേരത്തെ ആകാശ ദൃശ്യങ്ങളിൽ, ഡ്രോൺ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എങ്ങനെയാണ് ഉരുൾപൊട്ടി ഒലിച്ചു വന്ന വഴി ഇപ്പോൾ ഉള്ളതെന്ന്. ഒരു അരുവിയായിരുന്ന ഇടം രൗദ്രഭാവം പൂണ്ടെത്തിയ മലവെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്തെ ആകെ ഒലിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ വഴിയേ ഉള്ളൂ, ഇതുവഴി പുറത്തിറങ്ങാം, അപ്പുറത്തെ വഴി ഇറങ്ങാം.